അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നതല്ല, എന്നാലും ആ ഒരു രീതിയിലോട്ടായിപ്പോയി. അതുകൊണ്ട് ഞാൻ അവരെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. പക്ഷെ അവരെല്ലാവരും ഉള്ളതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലെയർ എന്ന രീതിയിലാണ് നമ്മൾ തൊപ്പിനെ ഇപ്പം നിങ്ങൾ കേട്ടെ, ഈഗിളിനെ നമ്മൾ റിക്രൂട്ട് ചെയ്തതാണ് നമ്മളെ ടീമിലോട്ട്. അതേപോലെ റിക്രൂട്ട് ചെയ്ത ഒരാളും കൂടെയാണ് നമ്മൾ തൊപ്പി ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ റിക്രൂട്ട് ചെയ്ത് വന്നു. അവൻ യൂട്യൂബ് വീഡിയോ ഒക്കെ ഇടാറുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഞാൻ ഈഗിൾ പറഞ്ഞ എനിക്ക് UK വരേണ്ടി വന്നു. അപ്പൊ ഞാൻ ഇതിന് എല്ലാം മാറിയിരുന്നു, സ്ട്രീമിങ്ങിനായാലും ഗെയിമിങ്ങിനായാലും എല്ലാത്തിനും ഞാൻ മാറിയിരുന്നു. അണ്ണനാണെങ്കിൽ അണ്ണൻ സത്യം പറഞ്ഞാൽ നമുക്ക് വരുന്ന പറഞ്ഞാൽ എനിക്ക് ആദ്യം ഒരു PC എടുത്തോണ്ട് PC ഒക്കെ സ്പോൺസർ ചെയ്തു. അങ്ങനെയൊക്കെയാണ് അണ്ണനായിട്ട് ഞാൻ ഇതാവുന്നത്. അപ്പോൾ ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് MRCയിൽ ആ സമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ നല്ലപോലെ കൊണ്ടുപോകണമെങ്കിൽ നല്ലപോലെ പൈസ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അണ്ണനാണ് നമുക്ക് എല്ലാം ചെയ്തു തന്നോണ്ടിരുന്നത്, അശ്വിനാണ്. അപ്പോ അണ്ണനും ഒരു സമയത്തായപ്പോ ബിസിനസ്സിലൊക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നു. അപ്പൊ അണ്ണനും ഒന്ന് മാറിയിക്കേണ്ടി വന്നു. ആ ടൈമാണ് ഇതൊക്കെ തൊപ്പി വൈറലാവുന്നതും ആ ടൈമൊക്കെ. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ അതിലൊന്നും ഇടപെടാൻ നിന്നില്ല. കാരണം അന്ന് നമുക്ക് അവനൊരു ഫ്രണ്ടായിട്ടാണ് വന്നത്. അപ്പൊ അവൻ നല്ലപോലെ പോകുന്നു. അതിൽ കയറി ഇടപെടാനോ നീ ഈ നമ്മളെ പേര് വെച്ച് ചെയ്യേണ്ടെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. വളരെയാണെങ്കിൽ വളരട്ടെ എന്നുള്ള രീതി തന്നെ. കാരണം നമ്മൾ ഇന്നേവരെ ആരെയും നമ്മൾ എന്താണ് ഒരാൾ വളരുന്ന കണ്ടിട്ട് നമ്മൾ ഇതുവരെ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. കാരണം നിങ്ങൾ ഇപ്പൊ ആലോചിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഉള്ള മെയിൻ സ്ട്രീമേഴ്സ് എല്ലാവരും MRC ആണ് എല്ലാവരും തുടങ്ങിയിട്ടുള്ളത്, മിക്കുള്ളവരും. അപ്പോ എല്ലാരും വളരുന്ന തന്നെയാണ് നമുക്ക് സന്തോഷം. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിലൊന്നും സംസാരിക്കാനോ ഒന്നും നിന്നിട്ടില്ല. നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളായിരുന്നു ഒരാൾ വളരുന്ന കണ്ടിട്ട്. സോ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടപെടാൻ നിന്നില്ല. പിന്നെ ഇപ്പോ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളായിട്ടല്ല തൊപ്പിയുടെ ഗ്യാങ്, MRC ഗ്യാങ് നിങ്ങൾക്ക് അറിയാം. അപ്പം ആ ഗ്യാങ്ങിലുള്ള ആരെയും നമ്മളായിട്ടല്ല എടുത്തിട്ടുള്ളത്. അതെല്ലാം തൊപ്പിയുടെ ഇഷ്ടത്തിന് തൊപ്പി തന്നെയാണ് അവരെല്ലാവരെയും റിക്രൂട്ട് ചെയ്തതും എല്ലാം. അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടൊന്നുമല്ല. നമ്മൾ അതിൻ്റെ അകത്തൊന്നും പറയാനും പോയില്ല. കാരണം അവന് സ്ട്രീം നല്ലതുപോലെ കൊണ്ടുപോകാൻ ഒരു ടീമിനെ വേണം. അതുകൊണ്ട് അവൻ എടുത്തു, അവന്റെ നല്ലതിനെടുത്തു. അതുകൊണ്ട് നമ്മളൊന്നും പറയാൻ നിന്നില്ല. സോ അവരായിട്ടൊന്നും നമ്മൾ ഒരു ഇതുമില്ല, കണക്ഷനും ഇല്ല. പിന്നെ MRCയുടെ RP അതായാലും അവർ തന്നെയാണ് അത് ചെയ്തത്. അതിലും നമ്മളൊന്നും പറയാൻ നിന്നില്ല. കാരണം അവർക്ക് നല്ലത് വരട്ടെന്ന് വെച്ച് തന്നെ നമ്മളൊന്നും ചെയ്യാതിരുന്നത്. പിന്നെ RPയിലായാലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നിട്ടും നമ്മൾ അതിൻ്റെ അകത്തൊന്നും ഇടപെടാതിരുന്നത്. അത് RP ആണ്, അത് ഗെയിമാണ്. അതിൽ അവര് എന്തൊക്കെ കാണിക്കുന്നു അത് അതേപോലെ പോട്ടെ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പം നടക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒന്നും പറയാതിരുന്ന അത് ശരിയാവത്തില്ല. കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത്ര നാൾ ഉണ്ടാക്കി വെച്ച ഒരു MRC എന്ന് പറഞ്ഞ ഒരു മാർസലസ് എന്ന് പറഞ്ഞ ഓർഗ് അല്ലെങ്കിൽ ക്ലാൻ എന്താ പറ്റെ, അതിന്റെ പേര് ഇങ്ങനെ ഒരു അത് പറയാൻ തന്നെ ഒരു എന്താണ് ഒരു ചീത്തപ്പേരായി എന്നുള്ള രീതിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം ന്യൂസിലാണെങ്കിലും MRC എന്നൊക്കെയാണ് എടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്റെ പേരിന്റെ മുന്നിൽ